ഹായ് ഫ്രണ്ട്സ്, ഇതൊരു സ്വിഫ്റ്റ് ഡീസലിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് ആണ്. ഈ സ്റ്റിയറിംഗ് ബോക്സിൽ നിന്ന് കടകടാന്ന് ഇങ്ങനെ അടി സൗണ്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പ്ലഞ്ചർ ബുഷ് ഇങ്ങനെ തേഞ്ഞ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ റാക്ക് ബുഷ് കംപ്ലൈൻ്റ് ഉണ്ട്. നമ്മളിത് രണ്ടും മാറി സ്റ്റിയറിംഗ് ബോക്സ് പ്ലേ ഒക്കെ സെറ്റ് ചെയ്ത് വണ്ടിയിൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സിന് നല്ല വില വരുന്ന സ്റ്റിയറിംഗ് ബോക്സ് ആണ്. ഇത് മോട്ടറും എല്ലാം ഇതിൽ തന്നെയാണ് വരുന്നത്. സാധാരണ നമ്മൾ ലേത്തി കൊടുത്ത് ബുഷൊക്കെ അടുപ്പിക്കാറുണ്ട്, നൈലോൺ ബുഷൊക്കെ അടുപ്പിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ പുതിയ റാക്ക് ബുഷ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. പുതിയ റാക്ക് ബുഷും പ്ലഞ്ചറും ഇട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് കണക്കാണ് ഈ ബോൾ ജോയിൻറ്റും ടയറോടൻറ്റും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ മാറുന്നുണ്ട്. ഇത് മാറി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പുതിയ റാക്ക് ബുഷ് ഏറ്റവും സിമ്പിളായിട്ട് കയറ്റാൻ പറ്റും. ഞാൻ കാണിച്ചു തരാതെ സിമ്പിളായിട്ട് എങ്ങനെ കയറ്റുന്നതെന്ന്. നമ്മൾ അടിച്ചൊക്കെ കയറ്റി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ റാക്ക് ബുഷ് ഇങ്ങനെ എടുത്തിടുന്നു. നമ്മുടെ ഈ ബോൾ ജോയിൻ ഉണ്ടല്ലോ, ബോൾ ജോയിൻ എടുത്ത് ഇവിടെ പിടിപ്പിക്കും. എന്നിട്ട് ഇവനെ ഇങ്ങനെ കൊണ്ടുവരും. ഈ പഴയ റാക്ക് ബുഷ് ഇങ്ങനെ കൊണ്ടുവന്ന് ആണ് ഈ ബോൾ ജോയിൻ ഇങ്ങനെ മുട്ടും. ഇവനപ്പം ഇതൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് കയറ്റാൻ പറ്റും. കണ്ട കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ സ്റ്റിയറിംഗ് ബോക്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.